കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ മാറ്റാം? അത് ശരി. പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ മുറിയിൽ ബ്യൂട്ടി പാർലർ എപ്പോ തുടങ്ങി? ഒരല്പം മര്യാദ വേണം. ഈ കഥകിനൊന്നും മുട്ടിയിട്ട് ഞാൻ അകത്തോട്ട് ഇറങ്ങാൻ. പിന്നെ കഥകിന് മുട്ടി അനുവാദം മേടിച്ച് അകത്ത് കയറാൻ ഇതെന്താ രാമസ്വാമിയുടെ ചേമ്പറോ? കല്യാണം നടക്കുമെന്നായതേ ഉള്ളൂ, സ്വന്തം കൂട്ടുകാരനെ തടയാനുള്ള ശ്രമം തുടങ്ങി. എന്താ എനിക്കൊന്നും പറ്റുകയില്ലേ? പിന്നൊരു കാര്യം, പാൽപ്പാട പുരട്ടുകൊണ്ട് മാത്രം ഈ മുഖത്തെ രൗദ്രഭാവം മാറില്ല, അതിന് പ്ലാസ്റ്റിക് സർജറി തന്നെ വേണം. കുറെ പേരെ വാദിച്ച് തൂക്കിലേറ്റിയതല്ലേ, വെറുതെ എന്തിനാ പാലിന്റെ വിറ്റാമിൻ കളയുന്നത്? ഈ അറിവ് പകർന്നു തരാനായിരിക്കും അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. വെരി വെരി സോറി, അതിനല്ല. പിന്നെ അതിന് അയ്യോ, ഞാൻ മറന്നുപോയല്ലോ. ഞാൻ എന്ത് പറയാനാ ഇങ്ങോട്ട് ഇടിച്ചു കളിക്കറി വന്നേ? എടാ, ഒരാഴ്ച നീ ലീവ് എടുത്ത് വീട്ടിലിരുന്നാലും ഇത് ഓർമ്മ കിട്ടിയത്. അമ്മേ പാൽപ്പാട. മുഖം തുടക്കറിയാ. എന്താ രണ്ടും കൂടി ഇതിനകത്തുണ്ടായിരുന്നോ? ജമാൽ എത്ര നേരമായി ഇവിടെ വന്ന് കാത്തിരിക്കുന്നു? അയ്യോ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറിന്റെ ഗുമസ്തൻ ഗുലിമാലി ജമാല് കാണാൻ വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം പോക്കാ. ആർക്ക്? അല്ല, എന്റെ. കേസ് കെട്ടൊക്കെ നേരത്തെ കൊണ്ട് തരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ തന്നെ ഇറങ്ങിയതാണ് സാറേ. അപ്പോഴാണ് സെക്കൻഡ് വൈഫിന്റെ ബാപ്പാക്ക് കോളറാന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. അറിഞ്ഞ സ്ഥിതിക്ക് അവിടം വരെ ഒന്ന് പോകാതിരിക്കാതെ പറ്റുമോ? അങ്ങനെ ഇരിക്കെ ഇറങ്ങിയേക്കാന്ന് എത്തിയപ്പോഴാണ് ഫസ്റ്റ് വൈഫിന്റെ ബാപ്പാക്ക് ബസൂരി എന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. ഇതെല്ലാം കൂടി കേട്ടപ്പോ പടച്ചോനാണ് നമുക്ക് ഒരു ലൂസ് മോഷൻ. അതാണ് വരാൻ വൈകി. മോഷൻ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. നാളെ ഏതൊക്കെയാ കേസ്? CP 38/87, CP 52, അതൊക്കെ പറഞ്ഞു. CP 22/88, സെഷൻസ് 3/90, സെഷൻ 2 മതി മതി മതി. നാളെ രാവിലെ 8 മണിക്ക് ഓഫീസ് തുടങ്ങണം. മജിസ്ട്രേറ്റ് കോർട്ടിലെ കേസിന് ബാലേന്ദ്ര അപ്പിയർ ചെയ്യട്ടെ. താൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ ഗുമസ്തനായിരിക്കാം, പക്ഷെ അങ്ങേര് മാത്രം താമസിക്കുന്ന വീടല്ല ഇത്. കേസ് കേട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് വക്കീൽ ആഫീസിലോ കോടതി തിണ്ണയിലോ വെച്ച് ആയിക്കോണം. ഒരു നിസ്സാരനായ വക്കീൽ ഗുമസ്തനായ താൻ ഒരു ബെഞ്ച് ക്ലാർക്കായ എന്റെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും പിച്ചക്കാരനെ പോലെ കയറി ഇറങ്ങുന്നുണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കോളൂ. അന്ന് നമ്മളാണല്ലേ, പെണ്ണൊന്നും അല്ലല്ലോ. പോമരട്ടെ, അതൊക്കെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് തീരുമാനിക്കാം. താൻ ഇവിടെ വരുന്ന എനിക്ക് ബുദ്ധിമുട്ടാ. ആരുടെയും സ്വാധീനത്തിൽ വീഴാത്ത സത്യസന്ധനായ ഒരു ബെഞ്ച് ക്ലാർക്കാണ് ഞാൻ. അതെനിക്കറിയാടോ. അറിയാം. സാറും നന്ദകുമാർ സാറും 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണെന്നും നന്ദകുമാർ സാറിന്റെ വിദ്യാഭ്യാസ രേഖ ഇടയ്ക്ക് വെച്ച് മുറിയാതിരുന്നതുകൊണ്ട് അദ്ദേഹം പഠിച്ച് വലിയൊരു വക്കീലായെന്നും ക്ലാസ്മേറ്റായ ഉണ്ണിത്താൻ സാറിന് വിധി ഒരു ബെഞ്ച് ക്ലർക്കാക്കിയെന്നും വാദി പ്രതി സാക്ഷി വ്യത്യാസമില്ലാതെ കോടതി വരാതെ പറയണേ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഞങ്ങളൊന്നും ഇപ്പോഴും ഒരു എടാ പോടാ ബന്ധമാണുള്ളത്. പണ്ടുണ്ടതും പാളയെ തൂറിയതുമായ ചരിത്രം പറഞ്ഞ് പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കൂടെ നിസാരനായ ഒരു ബെഞ്ച് ക്ലർക്ക് ഇങ്ങനെ പതയടിച്ചു കഴിയുന്നത് പ്രോട്ടോകോളിൽ ചേർന്നല്ലെന്നേ ഞമ്മക്ക് പറയാനുള്ളൂ. ബെഞ്ച് ക്ലർക്ക് ബെഞ്ചിൽ ഇരുന്നാ മതി, മേശപ്പുറത്ത് കയറണ്ട. വെറുതെ അല്ലടോ തന്റെ രണ്ടമ്മായിയപ്പന്മാർക്കും കാളറയും വസൂരിയും തനിക്ക് ലൂസ് മോഷനും വരുന്നു. തന്റെ മനസ്സിലിപ്പ് ശരിയല്ലല്ലോ. അത് പിന്നെ ഇവനെ ഗുമസ്തരാക്കിയ വക്കീലിനും വരും ലൂസ് മോഷൻ. എടോ എന്താ വാണം പോലെ പോകാതെ നിക്ക്. നീ എപ്പോ ഫ്രീ ആവും? കോടതി പരിസരത്ത് വെച്ച് അമിത സ്വാതന്ത്ര്യം കാണിക്കരുത് എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു വെറും ബെഞ്ച് ക്ലാർക്ക്. ഐ ആം ദി പബ്ലിക് പ്രോസിക്യൂട്ടർ. സോറി, ഞാൻ മറന്നു. ഞാൻ ഇനി ആവർത്തിക്കത്തില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. നീ എപ്പോ ഫ്രീ ആവും? സോറി സാർ, എപ്പോ ഫ്രീ ആവും? 2 ദിവസം കഴിയും. ഒരു അർജന്റ് മാറ്റർ പറയാനാ വന്നത്. പറയൂ. സാറല്ല, ഞാൻ 4 ദിവസം കഴിഞ്ഞ് ഫ്രീ ആവും. അപ്പൊ ഞാൻ പറയാം. എടാ, തമാശ വിളമ്പാതെ കാര്യം എന്ന് വെച്ചാ പറ. നിന്റെ ഗുമസ്തൻ, സോറി സാറിന്റെ ഗുമസ്തൻ ഗുലുമാലി ജമാലിന്റെ മേളിൽ ഒരു കണ്ണുണ്ടായിരിക്കും നല്ലതാണ്. സാറിന്റെ കേസ് അവൻ മറിച്ച് വിൽക്കുന്നുണ്ട്. എന്റെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഒന്നും തൽക്കാലം ഇടപെടണ്ട. അത് ഞാൻ തന്നെ നോക്കിക്കോളാം. ഓക്കെ? സോറി, ഗുലുമാല എന്നെ വിളിക്കുന്നു. താനല്ലോ തോന്നുന്നു. ഈ മാസം സമരം വേണ്ടാന്ന് വെച്ചോ? നന്ദകുമാർ അഡ്വക്കേറ്റ് പ്രേമലേ. അപ്പൊ അവർക്ക് സമ്മതക്കുറവില്ല. എന്നാ പിന്നെ അങ്ങ് ഉറപ്പിക്കല്ലേ ബ്രോക്കറെ? പക്ഷേ ഒരു കുഴപ്പമുണ്ട്. പെണ്ണിന്റെ ഗ്രഹനിലയും സാറിന്റെ ഗ്രഹനിലയും കൂടി ഞാൻ ഒരു ജോലിസനെ കാണിച്ചു. പൊരുത്തമില്ലേ? പൊരുത്തമില്ലെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഈ ജാതകങ്ങളൊന്നും ചേർക്കരുതെന്നാ ജോലിസൻ പറഞ്ഞത്. പെൺവീട്ടുകാരിക്കാർ പറഞ്ഞോ? അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, 2 വർഷമായിട്ട് രാപകലില്ലാതെ അലഞ്ഞതിന്റെ ഫലമായിട്ട് ഒത്തുവന്ന ഒരു ബന്ധമായത്. അത് പിന്നെ എന്നോട് പറയണം. വണ്ടിക്കൂലിയായിട്ട് തന്നെ നല്ലൊരു തുക സാറെനിക്ക് തന്നിട്ടില്ലേ? നന്ദന്റെ കല്യാണം നടത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ കല്യാണം നടത്തുമെന്ന് വീമ്പിളക്കുകയും ചെയ്തു. അതിരിക്കട്ടെ, സാറിന് ജാതകത്തിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നു, ഈ ജന്മത്തിൽ വിശ്വാസമില്ല. പിന്നെ പേടിക്കാനും തിരിക്കുന്നു. നമുക്കതങ്ങ് നടത്താം. അതങ്ങനെ നടത്തേ? പെൺവീട്ടുകാർ സമ്മതിക്കണ്ടേ? നമ്മൾ ഒരു ചെറിയ കളി കളിച്ചാൽ മതി, അവർ സമ്മതിക്കും.
എന്ത് കളി? പന്ത് കളിയോ? പെണ്ണിന്റെ ജാതകവുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ സാറിന്റെ ജാതകം ഒന്ന് മാറ്റി എഴുതുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം അത് ചെയ്യും. ആ ജാതകം ഇങ്ങനത്തെ ജാതകോ? അതിന് എവിടത്തും തപ്പും. ഗ്രഹനില കുറിച്ചെടുത്തിട്ട് ഞാനത് ഇവിടെ എവിടെയോ വെച്ചു. അല്ല, നിശ്ചയമില്ലെങ്കിൽ വേണ്ട, ഒരു ഉദ്ദേശം വെച്ച് എഴുതാം. നാളെന്താ പറഞ്ഞേ? മറന്നുപോയി. എന്നാ ആവിട്ടം വെച്ച് തട്ടാം. ആവിട്ടം തവിട്ടിൽ നേടുമെന്നാണല്ലോ. എന്നാ വേഗം തട്ട്, സമയം കളയണ്ട. ഗായത്രി മേനോൻ കേസിന്റെ ഫയൽ എത്തിയോ? ഇല്ല. കേസ് ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ആ SI 2 തവണ ഫോണിൽ വിളിച്ച് പറഞ്ഞാണല്ലോ. പോകുന്ന വഴിക്ക് താൻ പോലീസ് സ്റ്റേഷൻ കയറി വിൻസെന്റ് ഡിസൂസിയോട് ഗായത്രി മേനോൻ കേസിന്റെ റെക്കോർഡ്സുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം. ആ SI ഒരു ചൂടനാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ വരുവാ. പിന്നെ ഞാൻ അങ്ങോട്ട് വരണോ? പറഞ്ഞു കേട്ടാ മതി, ചെല്ലേ. ഓ, എടാ ഉണ്ണി എവിടെ? അപ്പുറത്തെങ്ങാനും കാണും. അവൻ കാപ്പ് കുടിക്കുന്ന കാര്യം മറന്നു കാണും. എടാ ഉണ്ണി, നീ കാപ്പ് കുടിക്കുന്നില്ലേ? കഴിക്കാനൊരു മൂടില്ലമ്മേ. ഞാൻ ഇന്നോ നാളെ ഇവിടുന്ന് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. അതെന്താ? കല്യാണ മുഹൂർത്തം അടുത്തടുത്ത് വരികയല്ലേ ഞങ്ങൾ രണ്ടാളുടെ. എടാ, നീ ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ? നീ അത് സീരിയസ് ആയിട്ട് എടുത്തത്? നീ തമാശയായിട്ട് പറഞ്ഞാണെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റേതായിട്ടൊരു ജീവിതം തുടങ്ങുമ്പോ ഞാൻ ഇനി ഇവിടെ പറ്റിക്കൂടുന്നത് ശരിയാണോ അമ്മേ? അമ്മ വിഷമിക്കണ്ട. അമ്മയുടെ രുചികരമായ പാചകം അനുഭവിക്കാൻ ഞാൻ ഭാര്യയും കൂട്ടി അടിക്കടി അല്ല ദിവസവും ഇങ്ങോട്ട് വന്നോളാം. ഇവിടെ അടുത്താണല്ലോ വീട്. നിന്റെ വീട് ദൂരെ ഞാനൊന്ന് കണ്ടില്ലല്ലോ. അവിടെ സംഗതിയൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യണ്ടേ? പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെന്ന് എഴുതി വിളിക്കാൻ മടിക്കണ്ട. ഏത് സമയത്ത് ഞാൻ വരാം. നിന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ നിനക്ക് സമയമില്ല. വീട് മെനകെടാക്കാൻ അമ്മായിയപ്പൻ അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്. ഷോക്കേസ് ഉണ്ടാക്കുക. ഓ, ആഹാ, അപ്പൊ കല്യാണത്തിന് മുമ്പേ അമ്മായി അച്ഛൻ മരുമോനെ അങ്ങ് ഏറ്റെടുത്തു അല്ലേ? ഇത്രയും കാലം ഇവിടെ നിന്ന് അനുഭവിച്ച യാതനകളൊക്കെ ഈ കല്യാണത്തോടെ തീരുമെന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉറപ്പിച്ച അന്ന് മുതൽ എനിക്ക് നല്ല ടൈമാ അമ്മേ. എന്നാ ഒന്ന് കാത്തുടി. കഴിക്കണോ? എന്നാ വേണ്ട. എന്നാ കഴിച്ചോളാം. വെറുതെ അതും ഇതുമൊക്കെ ആലോചിച്ച് ഞാൻ എന്തിനാ എന്റെ ശരീരം മെലിയിപ്പിക്കുന്നത്? അല്ലേ? എന്താ ചമ്മന്തിയാ? ദോശ അമ്മേ? അവിടെ ദോശ, ദോശ. തണുത്തു പോയി. അയാൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫയല് കാണുന്ന മുമ്പ് തന്നെ അയാൾ കേസ് മുഴുവൻ പഠിച്ചിരിക്കുന്നു. കേസ് അയാളുടെ കയ്യിൽ നിന്ന് മാറ്റാൻ വഴിയൊന്നുമില്ല. വിട്ടിത്തരം പറയാതിരിക്കും. പൊതുജന താല്പര്യമുള്ള കേസായോണ്ടല്ലേ എല്ലാവർക്കും സമ്മതനായ നന്ദകുമാറിനെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എടോ, തന്നെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ അവരുടെ ഇമേജ് കളഞ്ഞു കൊടുക്കൂല. പിന്നെ എന്താ ഒരു മാർഗം? അതെ, ബലാത്സംഗത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടിയിരുന്നു. ഇപ്പൊ താൻ മാത്രമല്ല, തനിക്ക് വേണ്ടി അന്വേഷണ ചുമതല ഏറ്റെടുത്ത ഞാനും CI ഗോപാലക്കുറുപ്പും കൊടുക്കും. ജീവപര്യന്തം അകത്തുപോയി കിടക്കണ്ടെങ്കിലേ ആലോചിച്ച് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാനും സാറും ഒക്കെ രക്ഷപ്പെടണമെങ്കിൽ ആ വക്കീലിനെ വിചാരിക്കണം അല്ലേ? വിചാരിക്കണം. ഭൈരവനെ കൊണ്ട് അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആണായിട്ട് ജീവിച്ചിട്ട് എന്താ സാറേ കാര്യം? അല്ല, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? അത് തൽക്കാലം സാർ അറിയണ്ട. അയാളുടെ കല്യാണമല്ലേ?